ഡോളർ കടത്ത് കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ലഫീർ മുഹമ്മദിനെ NIT ഭരണസമിതിയിലേക്ക് നിയമിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധം കടുപ്പിച്ചു BJP. ഭരണസമിതി യോഗത്തിൽ ലഫീർ മുഹമ്മദിനെ കയറ്റില്ലെന്നും തടയുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. പ്രതീകസൂചകമായി BJPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് NITയിലേക്ക് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി ബന്ധമുള്ള വ്യവസായി ലഫീർ മുഹമ്മദിനെ കോഴിക്കോട് NIT ഭരണസമിതിയിലേക്ക് നിയമിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് BJP കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NITയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് NIT കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ പഠിച്ചാളാണ് ലഫീർ മുഹമ്മദ്. ഇതാണോ NIT ഭരണസമിതിയിൽ നോമിനേറ്റ് ചെയ്യാനുള്ള സർക്കാരിന്റെ മാനദണ്ഡമെന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചോദിച്ചു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളതാണോ ഈ NITയുടെ ഭരണസമിതിയിലേക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള യോഗ്യത? ഞങ്ങൾക്കറിയണം. സ്വപ്ന സുരേഷിന്റെ കൂട്ട് പങ്കാളിയായിരുന്നു എന്നുള്ളതാണോ യോഗ്യത? VD സതീശൻ പറയട്ടെ. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളല്ല, VD സതീശനല്ല, അതിലും വലിയ ആള് വിചാരിച്ചാലും എന്തായാലും ഭരണസമിതി യോഗത്തിലേക്ക് ഈ ക്രിമിനലിനെ ഞങ്ങൾ കയറ്റാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. ഭരണസമിതി യോഗത്തിൽ ലഫീർ മുഹമ്മദ് എത്തിയാൽ തടയുമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും BJP വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.